CMR എക്സാലോജി കേസിൽ ഇഡിയുടെ ചോദ്യമുനയിൽ വീണ ടി. ചോദ്യം ചെയ്യൽ 7.5 മണിക്കൂർ പിന്നിട്ടു. വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ. മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ഇഡി ഓഫീസിലേക്ക് എത്തിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ഇഡി ഓഫീസിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നുള്ളതാണ് അറിയുന്നത്. ഏത് നിമിഷവും വീണ ടി പുറത്തു വരാം. രാവിലെ 10 കൂടിയാണ് ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പം ഇഡി ഓഫീസിൽ വീണ ടി എത്തിയത്. CMR എക്സാലോജി ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചോദ്യങ്ങൾക്ക് വീണ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഇഡി അന്തിമ തീരുമാനമെടുക്കും. 2ാം വട്ടം നോട്ടീസ് നൽകിയപ്പോഴാണ് വീണ ടി ഇഡിക്ക് മുൻപാകെ ഹാജരായത്. ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് കണ്ടെത്തിയ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ കണ്ടെത്തൽ 1,72,00,000 രൂപ ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാതെ വീണ CMR കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 1 കോടിയധികം രൂപ ലോണായിട്ടും വീണ കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം, വീണ താമസിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇഡി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു സാഹചര്യമാണ് കൊച്ചിയിൽ ഇഡി ഓഫീസിന് മുന്നിൽ ഉള്ളത്. ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അങ്ങനെയുള്ള ഒന്നും പാർട്ടിക്കാരുടെ കടിച്ചുകൂടലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഇഡി ഓഫീസിൽ CISFൻ്റെ സംരക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ പുറത്ത് കേരള പോലീസിൻ്റെ 50-ലധികം പോലീസുകാരും തമ്പടിച്ചിട്ടുണ്ട്. നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സുഗമമായിട്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ പോയിരിക്കുന്നത്. നേരത്തെ റെയ്ഡിൽ കണ്ടതുപോലത്തുള്ള ഒരു ക്രമസമാധാന പ്രശ്നമൊന്നും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. എന്തായാലും വീണ ടിയുടെ ഈ കേസിലെ പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം CMR ഉദ്യോഗസ്ഥരിൽ നിന്നും അതോടൊപ്പം തന്നെ ഉടമസ്ഥരിൽ നിന്നും ഇഡി ചോദിച്ചറിഞ്ഞിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും വിളിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ പിന്നീടായിരിക്കും തീരുമാനം ഉണ്ടാവുക. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വീണ പുറത്തു വരുമെന്നാണ് അറിയുന്നത്.